Hello everyone, welcome to your new video. So, Junior Instructor Wireman Concept Classes through PYQ എന്നുള്ള ഈ ഒരു സീരീസിൻ്റെ പാർട്ട് 5 വീഡിയോ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സെൽസ് ആൻഡ് ബാറ്ററീസ് എന്നുള്ള സെക്കൻഡ് മൊഡ്യൂൾ ആണ് തോന്നുന്നു. അതിൻ്റെ PYQs ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള കേരള PSCയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 2022, 23, 24 ചോദിച്ചിട്ടുള്ള കുറേയൊക്കെ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത് ഡിപ്ലോമ ലെവലുണ്ട്, ദെൻ ITI ലെവലുണ്ട്, ഡിഗ്രി ലെവലിലെയും കുറച്ച് ചോദ്യങ്ങൾ, ഒരു 1-2 ചോദ്യങ്ങളൊക്കെ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ, അതിൻ്റെ ഒരു ടഫ്നെസ് ലെവലോ അല്ലെങ്കിൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളായിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. അതിനുശേഷം മാത്രം ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ആൻസേഴ്സ് കറക്റ്റ് ആണെങ്കിൽ വളരെ നല്ല കാര്യം. ഇനി അഥവാ തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു തെറ്റ്, അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. എക്സ്ട്രാ ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ റെഡിയല്ലേ? യെസ്, നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഡൗൺലോഡ് ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്കുകളുടെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. ദെൻ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആവുന്ന കുറേ വീഡിയോസ് നമ്മൾ ഓൾറെഡി ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്നുള്ള ഒരു പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്നുള്ളൊരു പ്ലേലിസ്റ്റ് കാണാം. അതിൽ 46ഓളം വീഡിയോസ് ഉണ്ട്. അതിലിങ്ങനെ കറക്റ്റ് പാർട്ട് 1, പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ലെക്ചർ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക കേട്ടോ. ഈ സീരീസിൽ നമ്മളധികം എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഈ ട്രേഡ്സ്മാൻ്റെ സീരീസ് നിങ്ങൾ കണ്ടു നോക്കുക. ദെൻ ജൂനിയർ ഇൻസ്ട്രക്ടർ PYQ എന്നുള്ള ഈ ഒരു പ്ലേലിസ്റ്റിൽ 200ഓളം ക്വസ്റ്റ്യൻ അടങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ കണ്ടു നോക്കുക. ഈ രീതിയിലാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം മുതലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് സിലബസ് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കാണിക്കുകയാണ്. ഇതാണ് സെക്കൻഡ് മൊഡ്യൂളാണ് കേട്ടോ. 10 മാർക്കാണ് ഈ ഒരു പോർഷൻ ഉണ്ടാവുക. താരതമ്യേന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മാക്സിമം മാർക്ക് നിങ്ങൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കൂടുതലായിട്ടൊന്നും പഠിക്കാനില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. വലിയ തിയറീസ് ഒന്നും പഠിക്കാനില്ല. ഇപ്പോൾ മെഷീൻസോ പവർ സിസ്റ്റം പോലെയുള്ള വലിയ തിയറീസ് ഒന്നുമില്ല. നിങ്ങൾക്ക് കോമൺ സെൻസ് കൊണ്ടും അല്ലെങ്കിൽ വളരെ കൺവിൻസിങ് ആയിട്ടും പഠിക്കാൻ വേണ്ടി പറ്റുന്ന ഏരിയ ആണ്. അതുകൊണ്ട് ഈ ഒരു ഏരിയ നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഫോർ എ ബാറ്ററി ദി ടെർമിനൽ വോൾട്ടേജ് ഡിക്രീസസ് വിത്ത്. നമുക്കൊരു എക്സാം ചെയ്യുന്ന പോലെ തന്നെ, ഒരു എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒന്ന് അപ്രോച്ച് ചെയ്താലോ. ഫോർ എ ബാറ്ററി ദി ടെർമിനൽ വോൾട്ടേജ് ഡിക്രീസസ് വിത്ത്. ഒരു ബാറ്ററിയെ സംബന്ധിച്ചിടത്തോളം ടെർമിനൽ വോൾട്ടേജ് എങ്ങനെയാണ്, ഏത് കേസിലാണ് ഡിക്രീസ് ചെയ്യുക? ഇൻക്രീസ് ഇൻ ലോഡ്. അത് കറക്റ്റാണ് കേട്ടോ. ലോഡ് കൂടും തോറും ടെർമിനൽ വോൾട്ടേജിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും, ഒരു സ്മോൾ ആയിട്ടുള്ള വേരിയേഷൻ ഉണ്ടാവും. നിങ്ങളിപ്പം വലിയ ലോഡ്, കൂടുതൽ വാട്ടേജ് ഉള്ള ഒരു എക്യുപ്മെൻറ്റ് കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യുന്ന സമയത്ത് എന്തായാലും ചെറിയ രീതിയിലൊരു ടെർമിനൽ വോൾട്ടേജിൻ്റെ റിഡക്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കറക്റ്റാണ്. ഡിക്രീസ് ഇൻ ലോഡ് അതല്ല, ഇൻക്രീസ് ഇൻ ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ. ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ കൂടിയാൽ ടെർമിനൽ വോൾട്ടേജ് കൂടാനാണ് സാധ്യത. അപ്പോൾ ഇതല്ല, ഡിക്രീസ് ഇൻ ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ, ഇതാണ് കറക്റ്റായിട്ട് വരിക അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ആദ്യം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ D ആയിരുന്നു. ഫൈനൽ കീ വരുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക? യെസ്, ഓപ്ഷൻ എയും കറക്റ്റ് ആവാൻ സാധ്യത ഉണ്ടല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കേസിൽ രണ്ടും ശരിയാവാനാണ് സാധ്യത, അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടത് കേട്ടോ. നെക്സ്റ്റ്, ദി വാല്യൂ ഓഫ് ഇക്വലൻ്റ് ലോഡ് റെസിസ്റ്റൻസ് R ടു ബി കണക്റ്റഡ് അക്രോസ് എ ബാറ്ററി ഓഫ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ടു ഗെറ്റ് മാക്സിമം പവർ ട്രാൻസ്ഫർ ടു ദി ലോഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കയ്യിലൊരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിയിൽ മാക്സിമം പവർ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ എന്താണെന്നാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറിയെ സംബന്ധിച്ചിടത്തോളം
ഇന്റേണൽ റെസിസ്റ്റൻസ് ലോഡ് റെസിസ്റ്റൻസിന് ഈക്വൽ ആകുമ്പോഴാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ സംഭവിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ ഇവിടെ കാര്യം. നെക്സ്റ്റ്, ഫ്രോം ദി ഫോളോയിങ് ഫൈൻഡ് ഔട്ട് ദി റീസൺ ഫോർ ബക്ലിംഗ് എഫക്റ്റ് ഇൻ സെൽ. ഓക്കെ, താഴെ പറയുന്നതിൽ നിന്ന് സെൽസിലെ ബക്ലിങ്ങിന് കാരണം എന്താണെന്നാണ് ചോദിച്ചത്. ഓവർ ചാർജിങ് അതിൻ്റെ ഒരു റീസൺ ആണല്ലേ. കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് ബാറ്ററി ഇൻ ഡിസ്ചാർജ്. ഓക്കെ, ഓവർ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ബക്ലിങ്ങിൻ്റെ റീസൺ ആണ്. കണ്ടോ, ദി ബെൻഡിങ് ഓഫ് ഇലക്ട്രോ ഡ്യൂ ടു ഓവർ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ 1ഉം 2ഉം കറക്റ്റാണ് അല്ലേ. അപ്പോൾ 1 ഓൺലി എന്നുള്ളത് കളയാം, 2 ഓൺലി എന്നുള്ളത് കളയാം. ഇവിടെ ഇനി 1 and 2 ഉണ്ട്, 1, 2 and 3 ഉണ്ട്. നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കറണ്ട് ഇൻ പ്ലേറ്റ് മനസ്സിലാക്കുക, അതും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രീഷ്യൻ്റെ ITA ലെവൽ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാന്നേ ഉള്ളൂ. പല JB ഗുപ്തയുടെ ടെക്സ്റ്റ് ബുക്കിലും അതേപോലെ എനിക്ക് തോന്നുന്നു മേത്തയുടെ ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കറണ്ട് ഇൻ പ്ലേറ്റും എന്തിന് കാരണമാവുന്നുണ്ട്? ബക്ലിങ്ങിന് കാരണമാവുന്നുണ്ട് മനസ്സിലാക്കുക. ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം ഇംപ്രോപ്പർ ഇലക്ട്രോലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ ഈസ് നോൺ. കണ്ടോ, ഡിസ്ചാർജിങ്, ഇംപ്രോപ്പർ ഇലക്ട്രോലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ. അപ്പം അതൊക്കെ എന്തിന് കാരണമാകും? ബക്ലിങ്ങിന് കാരണമാകും. അപ്പോൾ നിങ്ങൾ ഇതും കൂടി ഈ ഒരു പോയിന്റ് കൂടി ഒന്ന് പഠിച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയുന്ന ഓപ്ഷൻ D ആണ് കേട്ടോ. 1 and 2 മാത്രമല്ല, ചിലപ്പോൾ 1 and 2 ഒക്കെ മാർക്ക് ചെയ്ത കുറേ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവാം ഈ ഒരു പരീക്ഷയിൽ. എനിക്ക് തോന്നുന്നു ഇതേത് പരീക്ഷ എന്നറിയോ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അങ്ങാറ്റാണ് തോന്നുന്നു. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓവർസിയറോ പോലെയുള്ള ഒരു പരീക്ഷയാണ് ഇത്. നല്ല ചോദ്യം തന്നെയാണ്. നെക്സ്റ്റ്, ഇലക്ട്രോ പ്ലേറ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ, നമ്മൾ പഠിച്ചതല്ലേ, ഹീറ്റിംഗ് എഫക്റ്റ് ആണോ? അല്ല. ഫിസിക്കൽ എഫക്റ്റ് ആണോ? കെമിക്കൽ എഫക്റ്റ് അല്ലേ. കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. നെക്സ്റ്റ്, ഫ്രം ദി ഗിവൺ സെൽ ഐഡൻറ്റിഫൈ ദി സെൽ ദാറ്റ് ക്യാൻ ബി റീചാർജ്ഡ്. താഴെ പറയുന്നതിൽ റീചാർജ് ചെയ്യാൻ പറ്റുന്ന സെൽ ഏതാണ്? വളരെ ഈസിയാണ്. ലെഡ് ആസിഡ് സെല്ല് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ബാക്കി ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. ലെഡ് ആസിഡ് സെല്ല് ആണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു റീചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സെക്കൻഡറി സെല്ല്. നെക്സ്റ്റ്, ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി പോയിന്റ് A and B. ഉണ്ടോ, A ഇവിടെ ഉണ്ട്, B ഉണ്ട്, അതിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആവശ്യമല്ലേ. ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ സെയിം ഫോർ ഓൾ സെല്ല്. നോക്കിയേ, ഇത് 10 വോൾട്ട് ഇവിടെ ഉണ്ട്. ഇനി പൊളാരിറ്റി ചെക്ക് ചെയ്യണം കേട്ടോ. ഇത് പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്. ഓക്കെയാണ് അല്ലേ. ഈ രണ്ട് സെല്ലും പാരലൽ അല്ലേ. നമുക്കറിയാം സെൽസ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം വോൾട്ടേജ് അല്ലേ. കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി കൂടും, വോൾട്ടേജ് സെയിം ആയിരിക്കും അല്ലേ. സോ ഇറ്റ് ഈസ് ഈക്വലൻ ടു എ 5 വോൾട്ട് സിംഗിൾ സെൽ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് സെല്ലുകളെയും പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിനെ ഒരു 5 വോൾട്ട് സെല്ല് ഡബിൾ കപ്പാസിറ്റി ഉള്ള ഒരു സെല്ലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത്രയും ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്? 10ഉം 5ഉം 15 വോൾട്ട്. അത്രയേ ഉള്ളൂ കാര്യം. നെക്സ്റ്റ് വൺ, ഫ്രം ദി ഫോളോയിങ് ഐഡൻറ്റിഫൈ ദി നാച്ചർ ഓഫ് ഫുള്ളി ചാർജ്ഡ് സെല്ല്. താഴെ പറയുന്ന വായിച്ചിട്ട് ഒരു ഫുള്ളി ചാർജ്ഡ് സെല്ലിൻ്റെ നാച്ചർ ഒന്ന് പറയാം കേട്ടോ. അത് താഴെ പറയുന്നതിൽ ഏതൊക്കെ ശരിയാണ്? ഗ്യാസിങ് അറ്റ് ദി ബോത്ത് പ്ലേറ്റ് ഓഫ് എ സെൽ. ഫുൾ ചാർജ് ആയാൽ ഗ്യാസിങ് ഉണ്ടാവുമോ? അതത്ര ഷുവർ അല്ല, നമുക്ക് നോക്കാം കേട്ടോ. ഇനി വോൾട്ടേജ് റൈസ് ഓഫ് ദി സെൽ കറക്റ്റാണ്. ഫുൾ ചാർജ് ആവുന്ന സമയത്ത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ഒരു 2 വോൾട്ടുള്ള സെല്ലാണെങ്കിൽ, ഒരു ലെഡ് ആസിഡ് സെല്ല് ഞാൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൽ വോൾട്ടേജ് 2.1ലേക്കും 2.2 വോൾട്ടിലേക്ക് വരെയൊക്കെ ഇൻക്രീസ് ചെയ്യാം കേട്ടോ. ഫുള്ളി ഡിസ്ചാർജ്ഡ് ആകുമ്പോൾ അത് ഏകദേശം ഒരു 1.8 വോൾട്ടൊക്കെ താഴും. സ്പെസിഫിക് ഗ്രാവിറ്റിയും താഴും, അതേപോലെ ആംപിയർ അവർ കപ്പാസിറ്റിയും താഴും. ആ കാര്യമൊക്കെ ഓർത്ത് നോക്കുക. ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഫുള്ളി ചാർജ് ആകുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഡിക്രീസസ്. ഇത് തെറ്റാണ് അല്ലേ. ഇത് തെറ്റാണ്. ഫുൾ ചാർജ് ആകുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ 2 എന്തായാലും ശരിയാണ്, 3 തെറ്റാണ്. അപ്പോൾ 3 നമുക്ക് ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാമല്ലോ. 3 ഓൺലി ക്യാൻസലേ. 1 and 3 ഓൺലി ക്യാൻസലേ. 1, 2 and 3 കണ്ടോ ക്യാൻസൽ. അപ്പോൾ തന്നെ നോക്കിയേ, നിങ്ങൾക്ക് A എന്നുള്ള ഓപ്ഷൻ ഉറപ്പില്ല. A എന്നുള്ള ഓപ്ഷൻ ഉറപ്പില്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? യെസ്, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റി അല്ലേ. 30യുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ A ആണ്. ബിക്കോസ് നമ്മൾ 3 വെച്ചിട്ട് ഒന്ന് എലിമിനേറ്റ് ചെയ്ത് നോക്കി. 3 എന്തായാലും തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്ത് ചെയ്തു? 3ൻ്റെ ഓപ്ഷനൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള കേസസിൽ നിങ്ങൾക്ക് ചിലപ്പം ഭാഗ്യം ഉണ്ടായേക്കാം. അതുകൊണ്ട് ക്വസ്റ്റ്യൻ മിനിമം വായിച്ചു നോക്കാനുള്ള സമയമെങ്കിലും ഉണ്ടാവണം. അറിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ കൂടി എന്ത് ചെയ്യുക, ഇത്തരത്തിലൊന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കുക കേട്ടോ. അതാണ് ഇങ്ങനെയുള്ള പരീക്ഷകളുടെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഇൻഫർമേഷൻ കൂടി കിട്ടിയില്ലേ. ഫുള്ളി ചാർജ്ഡ് ആവുന്ന സമയത്ത് ഗ്യാസിങ് അറ്റ് ദി ബോത്ത് പ്ലേറ്റ് ഓഫ് ദി സെൽ. അത് കറക്റ്റ് ആണെന്ന് മനസ്സിലായല്ലേ. നിങ്ങളുടെ നോട്ടിൽ എഴുതി വെച്ചോ കേട്ടോ. യെസ്.
നെക്സ്റ്റ് ദി മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ബൈ 1 coulomb ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ടേംഡ് ആസ്. വളരെ എളുപ്പമാണ്. എന്താണ് EC അല്ലേ? ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ആണ്. EMFും ഇലക്ട്രോ വോൾട്ടായിക് ഈക്വലൻറ്റും ഇലക്ട്രോലിറ്റിക് ഈക്വലൻ്റ് അതൊന്നും അല്ല അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ച സാധനം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ആൻസർ. വേറെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിൽ വേറൊരു സാധനവും ഇല്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് എബൌട്ട് എ ഡ്രൈ സെൽ? താഴെ പറയുന്നവയിൽ ഒരു ഡ്രൈ സെല്ലിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ഏതാണ്? കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ് ആൻഡ് ദി ഇലക്ട്രോലൈറ്റ് പ്രൊഡ്യൂസസ് എ വോൾട്ടേജ്. കറക്റ്റ് ആണല്ലേ? വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ദി ഡ്രൈ സെൽ മസ്റ്റ് നോട്ട് ബി ഓൾവേസ് ഓപ്പറേറ്റഡ് ഇൻ എൻ അപ്രൈറ്റ് പൊസിഷൻ. ദി ഡ്രൈ സെൽ മസ്റ്റ് നോട്ട് ബി ഓൾവേസ് ഓപ്പറേറ്റഡ് ഇൻ എ അപ്രൈറ്റ് പൊസിഷൻ. അതായത് കുത്തനെ വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അല്ലേ? എപ്പോഴും കുത്തനെ വെക്കേണ്ട ആവശ്യമില്ല. ശരിയല്ലേ? അത് ശരിയാണ്. ഏത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡ്രൈ സെല്ല് ഓപ്പറേറ്റ് ചെയ്യാം. ദി സെൽസ് ഹാവ് വെൻറ്റ് ടു എസ്കേപ്പ് ഗ്യാസസ് ജനറേറ്റഡ് ഡ്യൂറിങ് ചാർജ് ഓർ ഡിസ്ചാർജ്. അത് തെറ്റാ. അതെവിടെയാണല്ലേ? അത് നമ്മുടെ ലെഡ് ആസിഡ് സെല്ലിലൊക്കെയാണ് വെൻ്റ് ഉള്ളത്. വെൻ്റ് എന്തിനാ? ഈ പറയുന്ന ഗ്യാസസ് നമ്മളിപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഗ്യാസസ് ഫോം ചെയ്യും. അത് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെൻറ്റ് ക്യാപ്സ് ഉണ്ട്. അതുള്ളത് നമ്മുടെ സെക്കൻഡറി സെല്ലായ ലെഡ് ആസിഡ് സെല്ലിലാണ്. അപ്പം മൂന്നാമത്തെ തെറ്റാണല്ലേ? അപ്പോൾ 1ഉം 2ഉമാണ് ശരി. 1ഉം 2ഉം ശരി എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ. കണ്ടോ? എന്തായാലും 3 തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാം. 3 തെറ്റാണ് എന്ന് അറിയാമെങ്കിൽ കണ്ടോ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഷുവർ ഇല്ലെങ്കിലും കണ്ടോ, ഒന്നാമത്തേൽ നിങ്ങൾക്ക് അത്ര ഷുവർ ഇല്ലെങ്കിലും എന്ത് ചെയ്യാം? ഒന്നാമത്തെ ആൻസർ ശരിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ? നല്ല ഒരു സുഖമുള്ള പരിപാടിയല്ലേ? യെസ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. യെസ്. നെക്സ്റ്റ് ദി ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ് ഇൻ എ ലെഡ് ആസിഡ് സെൽ ഡ്യൂ ടു ഓവർ ചാർജിങ് ഈസ് നോൺ ആസ്. ബെൻഡിങ് ഓഫ് ഇലക്ട്രോഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ആകെ ഒരൊറ്റ സാധനമേ ഉള്ളൂ. അത് ബക്ലിംഗ് ആണ് കേട്ടോ. വേറെ നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഉറപ്പാണ്. പോളറൈസേഷനും പിന്നെ ഓപ്ഷൻസ് നോക്കിയാലോ? പോളറൈസേഷൻ അല്ല, 4 പ്ലേറ്റ്, പ്ലാന്റ് പ്ലേറ്റ്, അതൊക്കെ എന്താണ് നമ്മൾ പാർട്ടിൽ പഠിക്കുന്ന ഭാഗമാണ്. അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൽ ഇൻ വിച്ച് ദി കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് ഡിസ്ചാർജ് ഈസ് നോട്ട് റിവേഴ്സ്ഡ്. അതായത് താഴെ പറയുന്ന ഏത് സെല്ലിലാണ് ഡിസ്ചാർജിൻ്റെ സമയത്തുള്ള കെമിക്കൽ റിയാക്ഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തത് അല്ലേ? സോ which of the following cell in which chemical reaction that occurs during discharge is not reversible. കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സിബിൾ അല്ലാത്തത്, അതായത് കെമിക്കൽ റിയാക്ഷൻ ഒരു സൈഡിലേക്ക് മാത്രം. അപ്പോൾ അതെന്താണ്? റീചാർജബിൾ അല്ല, പ്രൈമറി സെല്ലാണ് അല്ലേ? റീചാർജബിൾ അല്ല, പ്രൈമറി സെല്ലാണ്. അപ്പോൾ ഇതിൽ ഏതാ പ്രൈമറി സെല്ല്? കാർബൺ സിങ്ക് സെല്ല്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പം ആ ക്വസ്റ്റ്യൻ വായിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് വായിച്ചാൽ മനസ്സിലാവണമെന്നില്ല, കുറേ സമയമൊക്കെ നഷ്ടപ്പെടാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓക്കെ പരമാവധി ചോദ്യങ്ങൾ ചെയ്ത് ഒരു ടച്ച് ഉണ്ടാക്കുക. നമ്മൾ ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ ഒരു ഫ്ലോയിലേക്ക് വരികയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിലേക്ക് വരികയുള്ളൂ. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങൾ വായിച്ച് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. സമയമെടുത്തായാലും വായിച്ച് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഇംഗ്ലീഷും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. അതേപോലെ ക്വസ്റ്റ്യൻസ് വായിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവും ഇമ്പ്രൂവ് ആവും കേട്ടോ. യെസ്. നെക്സ്റ്റ് പോവാം. എ ബാറ്ററി ഓപ്പറേറ്റഡ് ഇലക്ട്രിക് ബൈക്ക് റിക്വയർസ് 48 വോൾട്ട് 100 ആംപിയർ ബാറ്ററി പാക്ക്. ദി സെൽ റേറ്റഡ് 1.2 വോൾട്ട് 2 ആംപിയർ അവർ ഈസ് അവൈലബിൾ. ചൂസ് എ സ്യൂട്ടബിൾ കോമ്പിനേഷൻ ഫ്രം ദി ഫോളോയിങ് ടു മേക്ക് ദി ബാറ്ററി പാക്ക്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ, കാരണം ഇത്തരത്തിലൊരു ചോദ്യം എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് A-ലെവൽ പരീക്ഷയിലും ചോദിക്കാറുണ്ട്. ചോദിച്ചെന്താ, നമുക്കൊരു ഇലക്ട്രിക് ബൈക്ക് ഉണ്ട്, അതിന് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് 48 വോൾട്ടാണ്, അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി അല്ലേ 100 ആംപിയർ അവറാണ്. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? കുറേയധികം ബാറ്ററീസ് നമ്മൾ എന്ത് ചെയ്യും? സീരീസും പാരലലും ആയിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന കപ്പാസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് വോൾട്ടേജ് ആഡ് ചെയ്യപ്പെടുന്നത് അല്ലേ? വോൾട്ടേജ് അഡീഷൻ നടക്കുന്നത് എപ്പോഴാണ്? സീരീസ് ആയിട്ട് സെല്ല് കണക്ട് ചെയ്യുമ്പോഴാണ്. ഇനി പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? യെസ്, കപ്പാസിറ്റി അഡീഷൻ. ഇത് നിങ്ങൾ അവിടെ എഴുതി വെച്ചേ. കപ്പാസിറ്റി അഡീഷൻ സംഭവിക്കുന്നത്
പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. ഈ കാര്യം ഓർമ്മയുണ്ടായാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് എത്രയാ? 1.2 വോൾട്ട്. ഒരു സെല്ലിൻ്റെ കപ്പാസിറ്റി 2 ആംപിയർ അവർ. അപ്പോൾ 1.2 വോൾട്ടുള്ള ഒരു സെല്ല് 48 വോൾട്ട് ആവാൻ എത്ര എണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം അല്ലേ? വോൾട്ടേജ് കൂട്ടാൻ സീരീസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ 1.2 വോൾട്ടിനെ 48 വോൾട്ട് ആക്കാൻ എത്ര എണ്ണം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം? 48/1.2 എത്രയാണോ അത്? 40. സോ 40 സെല്ല് സീരീസ് അല്ലേ? 40 സെൽ സീരീസ്. അപ്പം ബാക്കിയുള്ള 2 ഓപ്ഷൻസ് നമുക്ക് കട്ട് ചെയ്തൂടെ? യെസ്, ഈ 2 ഓപ്ഷൻസും കട്ടായി. ഇനി ആംപിയർ അവർ കപ്പാസിറ്റി, അതിന് നമ്മൾ കപ്പാസിറ്റി എന്ന് പറയാം. കപ്പാസിറ്റി അഡീഷന് പാരലാണ്. അപ്പോൾ 2 ആംപിയറിനെ 100 ആംപിയർ ആക്കാൻ എത്ര സെല്ല് വേണ്ടി വരും? 2 × 50 അല്ലേ? 2 × 50 അല്ലേ 100? അപ്പോൾ 50 എണ്ണം പാരലൽ വേണ്ടി വരും അല്ലേ? 50 എണ്ണം പാരലൽ വേണ്ടി വരും. അതെവിടെയുള്ളത്? ഇതാ 50 പാരലൽ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഈസി അല്ലേ? യെസ്, ഇത്തരത്തിലൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പോവാം. ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ, കണ്ടോ, ഹൈഡ്രോമീറ്റർ. ഞാൻ പറഞ്ഞേ മാറിപ്പോകരുത് എന്ന്. യെസ്, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ഹൈഗ്രോമീറ്റർ തരും. പല ഉദ്യോഗാർത്ഥികളും അതിൽ വന്നിട്ട് വീഴും. പക്ഷെ നമ്മുടെ ആൻസർ എന്താ? സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ ഹൈഡ്രോമീറ്റർ ആണ് അല്ലേ? ഹൈഡ്രോമീറ്റർ ആണ്. അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ വാട്ടറിനെ എന്താ ചെയ്യുക, റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രോ നമ്മൾ യൂസ് ചെയ്യില്ലേ? ആ രീതിയിൽ നമുക്ക് ബാറ്ററിയിൽ വാട്ടർ ഒഴിക്കണം. അപ്പോൾ ഹൈഡ്രോമീറ്റർ കേട്ടോ. ആ രീതിയിൽ നമുക്കൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നെക്സ്റ്റ്, പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി ഈസ് മെയ്ഡ് ഓഫ്. സോ ഇത് കൃത്യമായിട്ട് ധാരണ ഉണ്ടാവണം. പോസിറ്റീവ് പ്ലേറ്റ്, ലെഡ് ആസിഡിൻ്റെ കേസിൽ പ്ലേറ്റ് രണ്ടും ലെഡാണെന്ന് നമുക്കറിയാം. സ്പോഞ്ചി ലെഡും ഉണ്ട്, ലെഡ് പെറോക്സൈഡും ഉണ്ട്, ഓപ്ഷനിൽ വേറെ ലെഡ് സൾഫേറ്റും ഉണ്ട് അല്ലേ? അപ്പോൾ മനസ്സിലാക്കുക, കാർബൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി സെല്ലിലെ ആണ് അല്ലേ? നമ്മുടെ കാർബൺ സിങ്ക് സെല്ലിലാണ് കാർബൺ യൂസ് ചെയ്യുക, അത് വേറെ. അപ്പോൾ മനസ്സിലാക്കുക, ലെഡ് ആസിഡ് ബാറ്ററിയിൽ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് എന്ന് പ്രൊണൗൺസിയേഷൻ കിട്ടുന്നില്ലേ? പോസിറ്റീവ്. അപ്പം പെറോക്സൈഡ് കേട്ടോ, ലെഡ് പെറോക്സൈഡ്. ആ രീതിയിൽ കണക്ട് ചെയ്യുക. പോസിറ്റീവ് പ്ലേറ്റ് അപ്പം ലെഡ് പെറോക്സൈഡ് എന്ന് പഠിക്കുക. അപ്പോൾ പിന്നെ ഒരിക്കലും തെറ്റില്ല കേട്ടോ. ഇത് നിങ്ങളോട് ഉറക്കത്തിൽ ചോദിച്ചാൽ പോലെ നിങ്ങൾ എന്ത് ചെയ്യും? പോസിറ്റീവ് പ്ലേറ്റ് ലെഡ് പെറോക്സൈഡ് എന്ന് പറയും. ഇനി നെഗറ്റീവ് പ്ലേറ്റും ലെഡ് തന്നെയാണ്, അത് സ്പോഞ്ചി ലെഡ് അല്ലേ? ഒരു സ്പോഞ്ചി അപ്പിയറൻസ്, കുറേ എന്താ പറയുക ഡോട്ടുകളുള്ള ആ രീതിയിലുള്ള ഒരു സർഫേസ് ഏരിയ കൂടിയിട്ടുള്ള ഒരു സ്പോഞ്ചി അപ്പിയറൻസ് ആണ്. അപ്പം സ്പോഞ്ചി ലെഡാണ് നെഗറ്റീവ്. ആ രീതിയിൽ ഓർത്ത് കഴിഞ്ഞാൽ ലെഡ് പെറോക്സൈഡ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, ദി കപ്പാസിറ്റി ഓഫ് എ സ്റ്റോറേജ് സെൽ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ, എളുപ്പമാണ്, ആംപിയർ അവർ അല്ലേ? നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ട് ആസ് ഡീപോളറൈസർ ഇൻ ലെഗ്രാഞ്ചെ സെല്ലിലെ ഡീപോളറൈസർ മാംഗനീസ് ഡയോക്സൈഡ് ആണ് കേട്ടോ. അത് MnO2 എന്ന് ഇങ്ങനെ എഴുതുക. ഇത് MnO2, ഇതാണ് മാംഗനീസ് ഡയോക്സൈഡ്. 2 രീതിയിലും പഠിച്ചു വെച്ചോ. മാംഗനീസ് ഡയോക്സൈഡ് ഇതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ കണ്ടോ Mn2O3, ഇത് മാംഗനീസ് ഡയോക്സൈഡ് അല്ല, ഇത് മാംഗനീസ് ഡയോക്സൈഡ് ആണല്ലോ. അതിൻ്റെ വേറെ എന്താ പേര് വരിക അതെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതെന്തായാലും അല്ലാന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ആൻസർ മാംഗനീസ് ഡയോക്സൈഡ് എന്ന് പഠിക്കുക. അതിൻ്റെ കെമിക്കൽ ഫോം നിങ്ങൾ എഴുതുമ്പം ഈ രീതിയിലാണ്, MnO2 ആണെന്ന് പഠിക്കുക. രണ്ടും പഠിക്കുക കേട്ടോ. ചിലപ്പോൾ ഓപ്ഷൻ അങ്ങനെ തന്നേക്കാം. പോളറൈസേഷൻ നമ്മൾ പഠിച്ചതാണല്ലേ. എന്നിട്ട് പോളറൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡീപോളറൈസറായിട്ട് മാംഗനീസ് ഡയോക്സൈഡ് യൂസ് ചെയ്യും. ആക്ച്വലി എന്താണ് പോളറൈസേഷൻ? എന്താണ്? ഏറ്റവും വളരെ സിമ്പിളായിട്ട് പഠിക്കുകയാണെങ്കിൽ, അക്യൂമുലേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അറൗണ്ട് ദി പോസിറ്റീവ് ഇലക്ട്രോൺ കേട്ടോ. അത് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണേ. അക്യൂമുലേഷൻ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് കേട്ടോ. ഹൈഡ്രജൻ ഗ്യാസ് അറൗണ്ട് ദി പോസിറ്റീവ് ഇലക്ട്രോഡ് കേട്ടോ. അറൗണ്ട് ദി പോസിറ്റീവ് ഇലക്ട്രോഡ് അതാണ്. അങ്ങനെ ചില കേസസിൽ ഡെഫിനിഷൻ തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അറൗണ്ട് ദി പോസിറ്റീവ് ഇലക്ട്രോഡ്, അതാണ്
എന്ത് പോളറൈസേഷൻ. അപ്പോൾ ഇങ്ങനെയൊരു ഹൈഡ്രജൻ ഗ്യാസ് പോസിറ്റീവ് ഇലക്ട്രോഡിന് ചുറ്റും, പോസിറ്റീവ് ഇലക്ട്രോഡാണെന്ന് വിചാരിച്ചേ, ഇതിന് ചുറ്റും ഹൈഡ്രജൻ ഗ്യാസ് ഇങ്ങനെ വന്ന് പൊതിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ എഫക്റ്റീവ് സർഫേസ് ഏരിയ കുറയില്ലേ അല്ലേ? ഇതിൻ്റെ റിയാക്ടിവിറ്റി കുറയില്ലേ അല്ലേ? നമുക്ക് കൂടുതൽ മാക്സിമം സർഫേസ് ഏരിയ ഉണ്ടായിക്കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി കൂടി നമുക്ക് ഈ ഇലക്ട്രോൺ ഫ്ലോയും കറണ്ട് ഫ്ലോ ഒക്കെ നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അതിന് ചുറ്റും ഹൈഡ്രജൻ വന്ന് കടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യെസ്, അതിങ്ങനെ ഒരു ഇൻസുലേറ്റർ പോലെ, ഒരു ഇൻസുലേഷൻ പോലെ അവിടെ വന്ന് നിൽക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാംഗനീസ് ഡയോക്സൈഡ് ഡീപോളറൈസറായിട്ട് യൂസ് ചെയ്യും. ഈ മാംഗനീസ് ഡയോക്സൈഡ് എന്താ ചെയ്യുക? അത് നമ്മുടെ ഹൈഡ്രജനുമായിട്ട് ആക്ട് ചെയ്യും. 2H2+ മാംഗനീസ് ഡയോക്സൈഡ് റിയാക്ട് ചെയ്ത് വാട്ടറായിട്ട് മാറും അല്ലേ? അങ്ങനെ ഇതിന് ചുറ്റുമുള്ള ഹൈഡ്രജനെ അങ്ങ് കളയും, അങ്ങ് ഒഴിവാക്കി കളയും. അപ്പം ഈ നമ്മുടെ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ മുഴുവൻ ഭാഗവും ഓപ്പൺ ആയി കിട്ടും. ഓക്കെ, ആ രീതിയിലാണ് നമ്മൾ ഡീപോളറൈസർ യൂസ് ചെയ്യുക. അത് മാംഗനീസ് ഡയോക്സൈഡ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് പോവാം. നെക്സ്റ്റ് വൺ, ദി സെൽ വിച്ച് ഈസ് കെമിക്കലി ഇറിവേഴ്സിബിൾ ഇൻ ബാറ്ററി. അപ്പോൾ കെമിക്കലി ഇറിവേഴ്സിബിൾ എന്ന് പറയുമ്പോൾ എന്താ? ആ കെമിക്കൽ റിയാക്ഷൻ ഇറിവേഴ്സിബിൾ ആണല്ലേ, അതായത് റിവേഴ്സിബിൾ അല്ല. നമുക്ക് തിരിച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. അതായത് നമുക്ക് വീണ്ടും ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ എന്താ? അത് പ്രൈമറി സെല്ല്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദെൻ വാട്ട് നമ്പർ ഓഫ് സെൽ റിക്വേർഡ് ഫോർ ഗെറ്റ് 24 വോൾട്ട് ടെർമിനൽ വോൾട്ടേജ് ഓഫ് എ ലെഡ് ആസിഡ് ബാറ്ററി. നമുക്കൊരു 24 വോൾട്ട് ഉള്ള ടെർമിനൽ വോൾട്ടേജ് ഉള്ള ഒരു ലെഡ് ആസിഡ് ബാറ്ററി കിട്ടാൻ വേണ്ടിയിട്ട് എത്ര സെല്ലുകൾ വേണം? അപ്പോൾ ഇവിടെ അവർ ഇൻഡയറക്ട്ലി ചോദിക്കുന്നത് ലെഡ് ആസിഡ് ബാറ്ററിയുടെ ഒരു സെല്ലിൻ്റെ വോൾട്ടേജും കൂടി ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം 2 വോൾട്ടാണ് ലെഡ് ആസിഡ് സെല്ലിൻ്റെ ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 24 ആക്കണമെങ്കിൽ എത്ര വേണം? 2 × 12 അല്ലേ 24. അപ്പം 12 എണ്ണം വേണം അല്ലേ? 12 സെല്ലുകൾ വേണം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ ഒരു ലെഡ് ആസിഡ് സെല്ലിൻ്റെ ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് അറിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡൗട്ട് വരും അല്ലേ? സമയം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഫുള്ളി ചാർജ്ഡ് 12 വോൾട്ട് ബാറ്ററി. താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള 12 വോൾട്ട് ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ? ടെർമിനൽ വോൾട്ടേജ് ഈസ് 12 വോൾട്ട്. റൈസ് ഇൻ ടെമ്പറേച്ചർ. ഇതിൻ്റെ ആൻസർ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് 1.21, നൺ ഓഫ് ദി അബോവ്. ടെർമിനൽ വോൾട്ടേജ് 12 വോൾട്ട്, ഇത് തെറ്റാണ് കേട്ടോ. ഫുള്ളി ചാർജ്ഡ് ആണെങ്കിൽ അതിൻ്റെ ടെർമിനൽ വോൾട്ടേജ് 10 to 20% ഒക്കെ ഉണ്ടാവും. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 12 വോൾട്ടുള്ള ഒരു സെല്ല് നിങ്ങൾ ഫുള്ളി ചാർജ് ആക്കിയാൽ അറൗണ്ട് ഒരു 13.2 വോൾട്ട് അല്ലെങ്കിൽ 14.4 വോൾട്ട് വരെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത്രത്തോളം ഉണ്ടാവും. അതേപോലെ ഇതിന് ഡിസ്ചാർജ് ആക്കുമ്പം 2 വോൾട്ട് ഉള്ളത് അറൗണ്ട് ഒരു 1.8 വരെയൊക്കെ കുറയും. ചാർജ് ആക്കിയാൽ 2.2 വോൾട്ട് വരെയൊക്കെ ഒരു സിംഗിൾ സെല്ലിൻ്റെ വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ ശരിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാദിച്ചു കഴിഞ്ഞാൽ ശരിയാണെന്ന് പറയാം. ഫുൾ ചാർജ് ആവുന്ന സമയത്ത് ടെമ്പറേച്ചർ റൈസ് ചെയ്യാം കേട്ടോ, അതിൽ വേറെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ല, അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ അല്ല. ഫുൾ ചാർജ് ആണ് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ അല്ല. 12 വോൾട്ട് ബാറ്ററിയുടെ ഫുൾ ചാർജിൻ്റെ ഒരു ഇൻഡിക്കേഷൻ അല്ല റൈസ് ഇൻ ടെമ്പറേച്ചർ. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് 1.21. അപ്പോൾ നമുക്ക് ഇത് ഓക്കെ പറയാം. നിങ്ങളുടെ നിമി ടെക്സ്റ്റ് ബുക്ക് പ്രകാരം 1.21 ഒക്കെ ഫുൾ ചാർജിൻ്റെ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. ദെൻ പല പരീക്ഷകളിൽ പല വാല്യൂസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. 1.26 ഉണ്ടാവാറുണ്ട്, 1.28 ഉണ്ടാവാറുണ്ട്. ഞാൻ സബ് എഞ്ചിനീയറൊക്കെ പഠിക്കുന്ന സമയത്ത് ചില ഡിഗ്രി ലെവൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ 1.28, ചില കേരള PSCയുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആൻസേഴ്സിലൊക്കെ 1.28 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ നിന്ന് ഓർത്ത് വെക്കുക. 1.21, 1.26, 1.28 ഇതൊക്കെ ഫുള്ളി ചാർജ് ഉണ്ട്. ഇനി ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ 1.12, 1.16 ഇതൊക്കെ ഡിസ്ചാർജിൻ്റെ ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സ്പെസിഫിക് ഗ്രാവിറ്റി ആ രീതിയിലൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് പോയാലോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ ഇലക്ട്രോലൈറ്റ് ഇൻ ലെഡ് ആസിഡ് ബാറ്ററി. ലെഡ് ആസിഡ് ബാറ്ററിയിലെ ആസിഡ് ഏതാ? ഇലക്ട്രോലൈറ്റ് ഏതാ? ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് അല്ലെ? ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് വൺ ദി കപ്പാസിറ്റി ഓഫ് ബാറ്ററീസ് എക്സ്പ്രസ്ഡ് ഇൻ നമുക്കറിയാം ആംപിയർ അവർ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഇൻ ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററി ഈസ് 1.28 1.1 ഇതെന്തായാലും അല്ല, 1.17 അല്ല, 2.5 അല്ല. കണ്ടോ ഇവിടെ എന്താ ആൻസർ വന്നത്? 1.285 കണ്ടോ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, വാല്യൂസ് മാറാം കേട്ടോ. നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഏതൊരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്, ഏത് മെറ്റീരിയൽ നിന്നാണ് എടുക്കുന്നത് എന്ന് വെച്ചിട്ട് അതിൻ്റെ ആൻസേഴ്സ് മാറാം. പക്ഷേ നിങ്ങൾക്കിത് കോമൺ സെൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അല്ലേ? നിങ്ങൾക്കൊരു ധാരണയുണ്ട്, നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. ഫുള്ളി ചാർജ്ഡ് ആണെങ്കിൽ 1.2ൽ കൂടുതലായിരിക്കും, 1.21ൽ കൂടുതലാണ് ഒക്കെ ഓർത്തിരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ. ഇവിടെ 1.285 ആണ് ആൻസർ. ഇത് തെറ്റൊന്നുമല്ല, ഇത് കറക്റ്റാണ്. കാരണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലേ? യെസ്, അത്രേ ഉള്ളൂ കാര്യം. എ ഡീപോളറൈസർ ഇൻ എ ഡ്രൈ സെൽ ഈസ് കണ്ടോ. ഡ്രൈ സെല്ലിലെ ഡീപോളറൈസർ ഏതാണ്? സിങ്ക് ക്ലോറൈഡ് അല്ല, മാംഗനീസ് ഡയോക്സൈഡ്, അമോണിയം ക്ലോറൈഡ്. എന്താണ് ആൻസർ? യെസ്, മാംഗനീസ് ഡയോക്സൈഡ്. സോ MnO2 അല്ലെ, MnO2 എന്നാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ അത് മാംഗനീസ് ഡയോക്സൈഡ് എന്ന് തന്നെ ചോദിച്ചു കണ്ടോ. അപ്പോൾ രണ്ടും പഠിച്ചു വെക്കുക. ദി മെറ്റീരിയൽ ഹാസ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉള്ളത് ഏതാ? ഇത് നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ്. അത് കണ്ടക്ടർ ആവരുതല്ലേ. സോ കാർബൺ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് ഓഫ് അലൂമിനിയം ഈസ്. ഇതിൻ്റെ ആൻസർ പറഞ്ഞാൽ നിങ്ങൾ അലൂമിനിയത്തിൻ്റെ ഇലക്ട്രോ കെമിക്കൽ ഈക്വലൻ്റ് വാല്യൂ 0.0936. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ 1.118 ഒക്കെ നമുക്ക് അറിയാവുന്ന വാല്യൂ ആണല്ലേ, അപ്പോൾ കൊണ്ടുപോയിട്ട് കറപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ 1.118 ഏതിൻ്റെ വാല്യൂ ആ? യെസ്, 1.118 നമുക്ക് പരിചയമുള്ള ആളാണ്. പക്ഷേ 1.118 എന്ന് പറയുന്നത് സിൽവറിൻ്റെ വാല്യൂ കേട്ടോ. ഇത് സിൽവറിൻ്റെ വാല്യൂ ആണ്, മനസ്സിലാക്കുക. ചോദിച്ചത് അലൂമിനിയം അല്ലേ? അലൂമിനിയം ഓപ്ഷൻ എ ആണ്, 0.0936 കേട്ടോ. അപ്പോൾ ഓർത്ത് വെക്കുക. ദെൻ ഹൈഡ്രജൻ്റെ വാല്യൂ ആണ് ഈ തന്ന ബി. ഇത് ഹൈഡ്രജൻ ആണ് കേട്ടോ. ദെൻ ഈ ഒരു വാല്യൂ നമുക്ക് പഠിക്കാനില്ല, പക്ഷേ 0.304 എന്ന് പറയുന്നത് നിക്കലാണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വെക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ പറയുന്ന സിൽവറും അലൂമിനിയം ഒക്കെയാണ്. സിൽവർ പണ്ട് 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷേ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, സിൽവർ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കണേ. അലൂമിനിയത്തിൻ്റെ വാല്യൂ എത്രയാണ്? 0.0936. നെക്സ്റ്റ്, പോസിറ്റീവ് പോൾ ഓഫ് ഡ്രൈ സെൽ ഈസ് മെയ്ഡ് ഓഫ്. ഒരു ഡ്രൈ സെല്ലിൻ്റെ പോസിറ്റീവ് പോൾ ഏതുകൊണ്ടാണ്? കാർബൺ ആണ് അല്ലേ, കാർബൺ ആണ്. ദി എനർജി ഓഫ് സെക്കൻഡറി സെൽ ആർ റിന്യൂഡ് ബൈ. സെക്കൻഡറി സെല്ലിൻ്റെ എനർജി നമ്മൾ എങ്ങനെയാണ് റിന്യൂ ചെയ്യുന്നത്? പാസിങ് കറണ്ട് ത്രൂ ഇറ്റ്. കറണ്ട് പാസ് ചെയ്തിട്ട്, DC കറണ്ട് പാസ് ചെയ്തിട്ടല്ലേ നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതിന് ബാറ്ററി ചാർജർ ഉണ്ടല്ലേ. അപ്പം പാസിങ് കറണ്ട് ത്രൂ ഇറ്റ്. റിന്യൂവിങ് ഇറ്റ്സ് കെമിക്കൽസ് ആണോ? അല്ല, കറണ്ട് പാസ് ചെയ്തിട്ട് ആ റിയാക്ഷൻ നമ്മൾ നേരെ ബാക്ക്വേർഡ് ആയിട്ട് കൊടുക്കും അല്ലേ. ഇപ്പം ലെഡ് സൾഫേറ്റ്, ലെഡും ലെഡ് ഓക്സൈഡും ലെഡ് പെറോക്സൈഡും അല്ലേ, എന്ത് സംഭവിക്കും? ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. ആ ലെഡ് സൾഫേറ്റ് നേരെ ആക്ട് ചെയ്തിട്ട് വീണ്ടും ലെഡ് പെറോക്സൈഡും അതേപോലെ സൾഫ്യൂരിക് ആസിഡായിട്ട് മാറുക ചെയ്യുക കേട്ടോ. അതിൻ്റെ റിയാക്ഷനൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഓർത്ത് വെക്കുക. ദി എനർജി അത് പറഞ്ഞു. വെൻ സെൽസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. പാരലായിട്ട് കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, പാരലായിട്ട് കണക്ട് ചെയ്താലും വോൾട്ടേജ് സെയിം ആണ്. വോൾട്ടേജ് റിമൈൻ സെയിം, കപ്പാസിറ്റി ഇൻക്രീസസ്, കറണ്ട് കപ്പാസിറ്റി ഇൻക്രീസസ്. കറക്റ്റ് അല്ലേ? ഇതാ ആദ്യം തന്നെ അതിൻ്റെ ആൻസർ കിട്ടി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അതോടുകൂടി ക്വസ്റ്റ്യൻസ് തീർന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് തീർന്നു എന്നല്ല, ഞാൻ എടുത്തു വന്ന ക്വസ്റ്റ്യൻസ് തീർന്നു. എങ്ങനെയുണ്ട് ചോദ്യങ്ങളെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ നിലവാരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണോ, അതോ വളരെ ഈസി ആണോ? അതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതാണ്. കൂടുതലായിട്ട് മനപ്പാഠം പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായേക്കും തന്നെ വേഗത്തിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്